അപ്പോൾ നമ്മളെ യാത്ര ഇപ്പോൾ നമ്മൾ ഓങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗ്രീസ് അടിക്കാൻ നാസ്ത കഴിക്കാനൊക്കെ വേണ്ടി നിർത്തിയതാണ്. അധിക സ്ഥലത്ത് മഴ ആയതുകൊണ്ട് ഗ്രീസ് അതിന് വണ്ടിക്ക് ഞെരക്കം നിർത്തി. ഉഷാറായിക്കോട്ടെ ആള്. ഗ്രീസ് അടിക്കണം, നാസ്ത കഴിക്കണം. പിന്നെ ഇവിടെ ഇതാണ്, ഇവിടെ മുമ്പിൽ ഹൈവേ റോഡുണ്ട്. ഇവിടെ നിന്ന് അടുത്തേക്ക് തിരിഞ്ഞാൽ ചെന്നൈ കഴിഞ്ഞാൽ പോണ്ടിച്ചേരി. നമ്മളിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. അപ്പുറത്ത് റോഡിൻ്റെ ആ സൈഡിൽ ചെറിയൊരു ഇതാണ് വണ്ടി തട്ടുകട ഉണ്ട്, വണ്ടി തട്ടുകട. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം ഉണ്ടാക്കാമെന്ന് കരുതി. നമ്മളെ കയ്യിൽ വെള്ളം കുറച്ച് സ്റ്റോക്കാണ്, കുറവാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പോകുന്നതായിരുന്നു ഞങ്ങൾ. വെള്ളം കിട്ടുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാമെന്നുള്ളത്. വെള്ളം കുറവാണ്. സമയത്ത് 2 മണിയായി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇനി പോയാൽ ടൈം ഒരു പാടാവും. അപ്പോൾ കുടിവെള്ളം മാത്രമേ നമ്മൾക്ക് സ്റ്റോക്കുള്ളൂ. പിന്നെ വൈകുന്നേരം പറഞ്ഞാൽ വെള്ളം കണ്ട വാങ്ങണം. അതല്ലാതെ വെള്ള സൗകര്യം കിട്ടിയാൽ ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ കാക്ക കഴിക്കലോട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതാണ് ഊണ് മീൻകറിയൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പടത്തിന് പകരം നമ്മളെ കോയലാണ്. അങ്ങനെ അടിപൊളിയാണ്. ആന്ധ്രയിലെ ലോറി പാർക്കിംഗ് ആണ്. ഇപ്പം നെല്ലൂർ NHAI വെൽക്കം ടു നെല്ലൂർ സിറ്റി. മഴയും വന്നു. അപ്പം ചെന്നൈ ഔട്ടർ റിംഗ് റോഡിലാണ് ഇപ്പം നമ്മളുള്ളത്. ചെന്നൈ പട്ടണം അതിൻ്റെ ഉള്ളിലാണ് ചെന്നൈ പട്ടണം. ഔട്ടറുള്ള ആൾക്കാർ ചെന്നൈയിലൊക്കെ മഴ തന്നെയാണെന്ന് പറയാം. ഇവിടെ കമ്പനികളൊക്കെ ഉണ്ട്. സ്റ്റോറേജുകളാണ്. എന്താണ് സ്റ്റോറേജ് എന്ന് മനസ്സിലാവുന്നില്ല. ലോഡിങ് അൺലോഡിങ് ഒക്കെ നടന്നു കൊടുക്കുന്നുണ്ട്. വെയർ ഹൗസ് ആണോ അങ്ങനെ അറിയില്ല. അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി 9:30 മണിയായിട്ടുണ്ട്. നമ്മളിതാ പോണ്ടിച്ചേരി ടോൾ ഗേറ്റാണ് കേട്ടോ. ഇവിടെ നിന്നൊരു 5-8 കിലോമീറ്റർ ഉള്ളു പോണ്ടിച്ചേരി ടൗണൊക്കെ. അപ്പോൾ പാർട്ടി പറഞ്ഞത് ടോൾ ഗേറ്റിന് മുന്നേ നിർത്തിക്കോളി, ഞാൻ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞത്. ടോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പാർട്ടി വിളിക്കണം. സൈറ്റ് എവിടെയാണെന്ന് അപ്പോഴേ അറിയുള്ളൂ. ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും ഇന്ന് രാത്രി. അപ്പോൾ ചങ്ങായിമാരെ നമ്മളിത് സൈറ്റിലെത്തിയിട്ടുണ്ട്. അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഗാർഡനാണ്. അപ്പോൾ ഇതാണ് അവരെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടോ. നല്ല എന്താ പറയുക, ഇതിപ്പോൾ എന്തിൻ്റെ ഒരു ഷേപ്പാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ നേരെ തൊട്ടതാ അപ്പുറത്തുള്ളത് സ്കൂളാണ്. നായി കാവൽക്കാരനാണ്, അങ്ങനെ ചെല്ലണ്ട. അവിടെ കടപ്പക്കല്ലുണ്ട്, അവിടെ വിശ്രമിച്ചോളൂ, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. കടപ്പുറല്ല, കടപ്പക്കല്ല്. അവിടെയൊക്കെ പല നിർമ്മിതികളുണ്ട്. ഇതവിടെ ഒരു ഗണപതിൻ്റെ പ്രതിമ ഉണ്ട്.
അപ്പോൾ ഇനി ഇറക്കാനുള്ള പണിക്കാർ വരണം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു. അതാകണം. ഇവിടെ ഇരുന്നാൽ മതി, ഇവിടെ കിട്ടും എന്ന് പറഞ്ഞില്ലേ ഏതൊരു സിനിമയിൽ, അതേപോലെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം. എപ്പോഴാണ് അതൊക്കെ ആയി കിട്ടുകയെന്നാവും. നമ്മളത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ലോഡ് ഇതിൻ്റെ അടുത്ത് വണ്ടി കൊണ്ട് വന്നു കേട്ടോ. ഒരു മരത്തിൻ്റെ അടിയിൽ കൂടി എന്തൊക്കെ. ഇപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ല ഇറക്കാനുള്ള പുറത്താണ്. പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ തിരികെ കയറി വന്നതെന്നറിയില്ല. ഒക്കെ വാക്കുകൊണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ. ഇവിടെ അല്ല ഇറക്കാൾ 3 കിലോമീറ്റർ പോയിട്ട് അപ്പുറത്താണ് ഇറക്കാനുള്ളത്. ആ വാക്കുകൊണ്ട് തീർന്നു. ഇനി ഈ വണ്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞ സ്ഥലമാണുള്ളത് ഇവിടെ. അത് മഴ നനഞ്ഞ് പൊതിർന്ന് കിടക്കുന്ന സ്ഥലം. കുറേ മരക്കൊമ്പും തീരെ തലച്ചോറില്ലാത്ത ഓരോരോ മനുഷ്യന്മാർ ലോറിക്കാരെങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ വന്ന വഴിയാണ് ഭയങ്കര ചെറിയ വഴി. ഇതുപോലെ ഇടാകൂടം പിടിച്ച സ്ഥലത്ത് കൂടെ ഇതിനുള്ളിൽ കയറിയാണ്. സ്കൂളിലുണ്ട്, അതൊരു സ്കൂളാണ്, സ്കൂളിൻ്റെ ഉള്ളിലാണ് ഇറക്കാളുള്ളത് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അവിടെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചത്. ഇതൊരു വലിയൊരു വണ്ടിയല്ല, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടിൻ്റെ മുകളിലത്തെ അവസ്ഥ കേട്ടോ. അത് നമ്മൾ വായൻ്റെ ഉണങ്ങിയ വായൻ്റെ ഇട്ടിട്ടാണ് ഇത് പരിക്കരാക്കാൻ. ഒരു പാടത്താണ് ഇപ്പോൾ ലാസ്റ്റ് എത്തിയത്. ഇറക്കണുണ്ട്. എന്താ റിസോർട്ട് തുടങ്ങണ്ട എന്താ അറിയില്ല. അവിടെ ചെറിയ 2 കുടിലൊക്കെ കാണാണ്ട്. അപ്പോൾ നമ്മളെ ലോഡിങ് കണ്ടില്ല, വളരെ കഷ്ടപ്പെട്ടാണ് നടക്കുന്നുണ്ട്. അതിൻ്റെ മൂടും മണ്ണൊക്കെ ഭയങ്കര വെയിറ്റാണ്. ഒക്കെ ഒടിഞ്ഞെന്ന് തുടങ്ങിയേക്കണം. അത് വേറെ ഇങ്ങനെ തളർത്തി വരും അതിൻ്റെ നടക്കുന്നത്. അതങ്ങനെ നട്ടാൽ മതി. ഒടിഞ്ഞതൊക്കെ അവിടെ മുറിച്ചിട്ടാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നടുഭാഗത്ത് നിന്ന് പുതിയ ഇലകളങ്ങനെ തളർത്തി വരും. ഭയങ്കര വെയിറ്റാണ്. അവിടുന്ന് കയറ്റ പോലെ പറഞ്ഞത് 80 കിലോനാണെന്ന് ഒന്ന്. അതിപ്പോൾ ഞോല് കേട്ടല്ലെങ്കിൽ എന്തെങ്കിലും ഇറക്കണ്ട. 80 വെച്ച് അങ്ങനെ ഇറക്കൂലല്ലോ. വലിച്ചിറക്കുന്നുണ്ട്. ഒരാളും കൂടി മേലെ ഇറങ്ങണ. പത്ത് താഴത്തേക്ക് വന്നിട്ട് അതാണ് എപ്പോൾ തീരോ. വെറുതെ അപ്പുറത്തെ സൈറ്റിൽ കൊണ്ടുപോയിക്കാണ്ട് ടൈം കളയാണ്. ഇതിലൊക്കെ ചിന്തത് കാറാണെന്നാണ്. അത് ഇറക്കിറക്കുന്നുണ്ട്. റിസോർട്ടാണ് തോന്നുന്നുണ്ട്. അന്വേഷിച്ച് നോക്കണം. അപ്പം നമ്മളെ ലോഡ് ഇതാ ഇറക്കി തീരാറായി. ഇവിടെ ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കൊഴിഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കാട് മാതിരി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇവിടെ ഒരു കുറ്റിക്കാടായിട്ട് ഇവിടെ ഒരു കുറ്റിക്കാടായിട്ടുണ്ട്. പാടല്ല, ഇപ്പോൾ ഒരു കാടായിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് കയറ്റ ചെടിയാണ് ഇറക്കണം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ വണ്ടി കഴിഞ്ഞു. അത് ഇവിടെ ഇറക്കി വെക്കണത്. നിറച്ചും മണ്ണും ചളിയാണ് വണ്ടിയിൽ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് വണ്ടിൻ്റെ അവസ്ഥ. എന്താ കോലം.
ഇനി നമുക്ക് സർവീസ് ചെയ്യൽ നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ചെടി നോക്കി നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ പിന്നെ ചെടീൻ്റെ ഒരു മെയിൻ ഏരിയ ആയതുകൊണ്ട് രാജമന്ദിരത്തിൽ ചെടീൻ്റെ മാത്രം ലോഡ് കാര്യമായിട്ട് കയറുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ ഒപ്പിച്ച് പോന്നു. ഇനിയിപ്പോൾ തട്ട് ക്ലീൻ ആക്കട്ടെ ആദ്യം. അപ്പം നമ്മൾ രാവിലെ തന്നെ സർവീസിന് വന്നതാണ്, വാട്ടർ സർവീസ് ചെയ്യണം. അല്ലാതെ പിന്നെ നമുക്ക് വേറെ ലോഡ് കയറ്റി നടക്കില്ല. ശ്രീയപ്പ കാർ വാട്ടർ സർവീസ്. നമ്മുടെ ബോഡി മൊത്തം ചളിയാണ്. ഇനി ഒരു ലോഡ് വേറെ എന്തെങ്കിലും ലോഡ് കയറ്റണമെങ്കിൽ നമുക്ക് ഇനി സർവീസ് ചെയ്യാൻ നടക്കില്ല. നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലോഡ് നോക്കാൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പോണ്ടിച്ചേരി സ്റ്റാർട്ടിങ്. ഇവിടെ നിന്നാണ് എൻട്രി. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രി, പോണ്ടിച്ചേരിൻ്റെ എൻട്രി. വെൽക്കം ടു പോണ്ടിച്ചേരി. ഇതുവരെ നമ്മൾ പോണ്ടിച്ചേരിൻ്റെ ഔട്ടറിലായിരുന്നു. ഔട്ടറെല്ലാം അവിടെയൊക്കെ തമിഴ്നാടാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ പോണ്ടിച്ചേരിൻ്റെ കാര്യമായിട്ട് ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിതാ പോണ്ടിച്ചേരി മേട്ടുപ്പാളയം പാർക്കിങ്ങിലാണ് കേട്ടോ. പോണ്ടിച്ചേരി ബസ്സാണ്. ഒരു ആനനൊക്കെ അരച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പോണ്ടിച്ചേരിയിലെ മേട്ടുപ്പാളയം പാർക്കിങ്. ഇവിടെ ലോറി ഓണേഴ്സിൻ്റെ പാർക്കിങ്. അത് ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ലോഡാകണം. ഇനി നമ്മൾ വണ്ടി കുറേ അപ്പുറത്താണ്. ഇതിപ്പോൾ ഇങ്ങനെ നടന്നു നോക്കിയതാണ്. ഒക്കെ ഉണ്ട്, കണ്ടില്ല? കുറേ മുമ്പിലാണ് നമ്മൾ വണ്ടി ഉള്ളത്. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നും നാളെ കൊണ്ട് ലോഡാകണം, അല്ലെങ്കിൽ ദീപാവലിയിൽ പെടും. കഴിഞ്ഞ പ്രാവശ്യം ഇൻഡോറിലാണ് ദീപാവലിക്ക് കൊടുങ്ങത്. അന്ന് 4-5 ദിവസം അവിടെ പോസ്റ്റായി. അപ്പോൾ ദീപാവലി മുമ്പ് എന്തെങ്കിലും ലോഡ് എടുത്ത് പോയില്ലെങ്കിൽ സ്വയ്പ്പാകും. നമ്മൾ മൈസൂർ പാർക്കിങ്ങിൽ പോയ പോലെയാണ് വണ്ടികൾ. പോണ്ടിച്ചേരി പോലീസ്, പോണ്ടിച്ചേരി ലോറി, മിനി ലോറി ബുക്കിംഗ് ഏജൻറ്റ് ആണ് ഇവിടുത്തെ ഓരോ ഓഫീസർ. പോണ്ടിച്ചേരി ഗുഡ്സ് ലോറി ഓണേഴ്സ് ബുക്കിംഗ് ഏജൻറ്റ്. വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പ് ഗ്രീസ് മാറ്റി റോഡിൻ്റെ പണിയിലാണ്. ഗ്രീസ് മാറ്റൽ, അപ്പ് ഗ്രീസ് മാറ്റൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ട് വണ്ടി. ലോഡ് എന്തെങ്കിലും സെറ്റാണ്. അപ്പോൾ വൈകുന്നേരമായി, വണ്ടികളൊക്കെ വന്ന് നിറഞ്ഞു. നമ്മളെ വണ്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഇപ്പോൾ ഇതൊക്കെ ലോഡ് ആവുമല്ലേന്ന് അറിയില്ല. ഒരു ലോഡ് പറയുന്നുണ്ട്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ പുതിയൊരു ലോഡ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.